കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റുമാനൂർ മണ്ഡലം എം.എൽ.എ. നാട്ടകം സുരേഷ് എന്നിവർക്ക് വിജയപുരം ജനതയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ പൗരാവലി സ്വീകരണം നൽകി. മാർ തോമസ് സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റവറൻ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, നൂറുകണക്കിന് നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും എം.എൽ.എ. നാട്ടകം സുരേഷിനെയും പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ സമ്മാനിച്ചും ആദരിച്ചു. വിജയപുരത്തിന്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നൽകിയ നേതൃത്വത്തിനും പിന്തുണയ്ക്കുമുള്ള ജനങ്ങളുടെ ആദര സൂചകമായിരുന്നു പൗരാവലി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനങ്ങൾ നൽകിയ സ്നേഹത്തിനും ആദരവിനും നന്ദി രേഖപ്പെടുത്തുകയും വിജയപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി തുടർന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. നമ്മുടെ ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ള വാക്കുകൾക്ക് അതിൻ്റെ ദൈർഘ്യം കുറയും. 2, എൻ്റെ ട്രെയിൻ പോകും, ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ പോകേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് 2 കാരണങ്ങളുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പഴയ പശ്ചാത്തലത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു. വിജയപുരം പഞ്ചായത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മണർകാടും വടമാതൂരും ചേർന്ന് വിജയപുരം പഞ്ചായത്ത് നേരത്തെ ആയിരുന്നു. ആ കാലം മുതൽ ജനാധിപത്യ വിശ്വാസികൾക്ക് വമ്പിച്ച ഭൂരിപക്ഷമുണ്ട്. അതിൻ്റെ ക്രോഡീകരണമാണ് നമുക്ക് ആവശ്യമായിട്ട് നൽകുന്നത്. ആ ക്രോഡീകരണം സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം പരിപൂർണമായി ഉണ്ടാക്കി തന്ന ഈ വേദിയിലെയും സദസ്സിലുമുള്ള സഹോദരങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി മനസ്സോടുകൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എം.എൽ.എ. നാട്ടകം സുരേഷും ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് മണ്ഡലത്തിന്റെ പുരോഗതിക്കായി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കി. ഈ പ്രാവശ്യത്തെ വിജയം കൊള്ളായിരുന്നു, അത് നിലനിർത്തണമെന്ന്. ഈ പ്രാവശ്യത്തെ വിജയത്തിനകത്ത് നമുക്കൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത കുറേ വോട്ട് കൂടി കിട്ടി. അതുകൊണ്ടാണ് 20,000-നടുത്ത ഭൂരിപക്ഷം ഉണ്ടായത്. പക്ഷേ വോട്ട് തന്നവർ വോട്ടേ തന്നിട്ടുള്ളൂ, ഒരു പാർട്ടി മാറിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിലനിർത്തണം, മണ്ഡലം നിലനിർത്തണം. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണമെന്നുള്ളതാണ് പാർട്ടി ടൂറുള്ള ഒരാൾ ചെയ്യേണ്ടത്. ആരടുത്ത പ്രാവശ്യം മത്സരിക്കുന്നുള്ള അല്ലല്ലോ പ്രശ്നം, ആര് മത്സരിച്ചാലും നമ്മളൊക്കെ ജയിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി i4 ന്യൂസ്, ഏറ്റുമാനൂർ.